സാറ് അടുത്ത എമ്പുരാന്റെ ഷോയ്ക്ക് കയറാൻ വന്നിരിക്കുകയാണല്ലേ? സാറ് ഭയങ്കര ത്രില്ലിലാണെന്ന് തോന്നുന്നല്ലോ മുഖം കണ്ടിട്ട്. അതെ. മോഹൻലാൽ ഫാനാണോ? അല്ല, പൃഥ്വിരാജ് ഫാനാണ്. കണ്ട ഒരു പൃഥ്വിരാജ് ഫാൻ. പൃഥ്വിരാജിന്റെ സംവിധാനമായിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ വളരെ സന്തോഷത്തോടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പൃഥ്വിരാജ് ഏറ്റവും ബെറ്റർ ആക്ടറാണ്. പൃഥ്വിരാജ് ഫാനാണ് പുള്ളിക്കാരൻ. സാറിന് ഇപ്പോൾ എത്ര വയസ്സ്? 70. സാറ് രാവിലെ തൊട്ട് ഇവിടെ വളരെ വിഷമത്തിലാണ് ഇരുന്നത്. എന്തോ ആദ്യത്തെ ഷോയ്ക്ക് കയറാൻ പറ്റിയില്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഈ 70 വയസ്സിലും സാറാണെങ്കിൽ പൃഥ്വിരാജ് ഫാനാണ്. അതാണ് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്, ഇല്ലേ സാർ? നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എമ്പുരാൻ്റെ റിലീസ് ദിവസമായി ഇന്ന് നമ്മളിപ്പം ചെങ്ങന്നൂർ ചിപ്പിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വലിയ ത്രില്ലടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ആരവമാണ് ഇവിടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. അപ്പം ഇന്ന് വരുമ്പോൾ വേണം ഞങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസ് ചോദിച്ചറിയാൻ വേണ്ടി. ഞങ്ങളുടെ വളരെ 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 സന്തോഷത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ മികച്ചൊരു ആരവമാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം സിനിമ എത്രത്തോളം പവറായിരിക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ ചിന്തിച്ചറിയാനുണ്ട്. അപ്പം നമുക്കിനി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. സിനിമ എങ്ങനെയായിരുന്നു? എക്സ്പെക്ട് ചെയ്തതനുസരിച്ച് മേക്കിങ് മലയാള സിനിമയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും മേക്കിങ് കിടിലോ. പിന്നെ പടച്ച് ലെങ്താ. മമ്മൂട്ടി ഗസ്റ്റ് ആയിട്ട് വന്നേക്കെ അങ്ങോട്ട് ക്ലൈമാക്സ് വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്തനുസരിച്ചുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളിനെ പറ്റി എല്ലാവരും കാണാം, കണ്ടറിയും. നല്ല മേക്കിങ്ങാണ്, അടിപൊളി മേക്കിങ്ങാണ്, അടിപൊളി ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, കിട്ടില്ല. പൃഥ്വിരാജിന്റെ സംവിധാനം അടിപൊളി സംവിധാനം, നല്ല ആക്ഷൻ, നല്ല സിനിമ. മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളിനെ പറ്റി എന്തെങ്കിലും? അത് പറയുമ്പോൾ മോശമായി. പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അല്ല, അതിപ്പം ഇനി പാർട്ട് 3ക്ക് വേണ്ടി വെയിറ്റിംഗ്. പാർട്ട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ സിനിമ ഇനിയും പോയി കാണുമോ? കാണാം, വർത്ത് ഫോർ മണിയാണ്. ടിക്കറ്റിനുള്ള പൈസ വർത്താണ്. നല്ല സിനിമയായിരുന്നു. എക്സ്പെക്ട് ചെയ്തനുസരിച്ചുണ്ടായിരുന്നോ? എക്സ്പെക്ട് ചെയ്തതിന്റെ ഏകദേശം വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ പാട്ട് ഫസ്റ്റ് പാർട്ടിന്റെ അത്ര എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് പാട്ടാണ്. ഫസ്റ്റ് പാട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? കുഴപ്പമില്ല. അല്ല, പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്തതനുസരിച്ചുണ്ടായിരുന്നോ? എക്സ്പെക്ടേഷൻ ഇല്ല എന്നാ കുഴപ്പമില്ല. വിധാനം അടിപൊളി. എക്സ്പെക്ട് ചെയ്തതിനനുസരിച്ച് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാട്ടായിരുന്നോ ഇതായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കണ്ടും ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്തനുസരിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് ആവറേജ്. എങ്ങനെ പൃഥ്വിരാജിന്റെ സംവിധാനത്തെ പറ്റി? അത് കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റ് ഫുള്ള് ലാഗാ. കുറച്ചും കൂടെ ഇതാകണം. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കുറച്ച് ക്ലോസപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ലൂസിഫർ ആയിരുന്നോ ഈ സിനിമയായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? അത് പറയുകയാണെങ്കിൽ ലൂസിഫർ ആയിരുന്നു. ഇത് കുറച്ച് ആവറേജ് മൂവിയേ ഉള്ളൂ, വേറെ. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ടായിരുന്നോ ഇതായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ഫസ്റ്റ് പാർട്ട്. എക്സ്പെക്ട് ചെയ്യാനനുസരിച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളിനെ പറ്റി ഞാൻ കണ്ടില്ല. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പാട്ടായിരുന്നു. എന്റെ പൃഥ്വിരാജിന്റെ സംവിധാനത്തെ പറ്റി? കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ 6 ഹെലികോപ്റ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന? 6 ഹെലികോപ്റ്റർ ഒന്നുമില്ല. പിന്നെ ഫസ്റ്റ് എന്റെ എക്സ്പെക്ട് ചെയ്യാനനുസരിച്ച് അതിന്റെ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളിനെ പറ്റി ഒന്നുമില്ല. പൃഥ്വിരാജിന്റെ സംവിധാനം നല്ലതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയാണ്. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് പാർട്ട് നല്ലൊരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആയി ചെയ്ത് വെച്ചിരിക്കുന്ന പടം. നല്ല പടം. പൃഥ്വിരാജ്, ലാലേട്ടൻ എല്ലാം അടിപൊളി. ദീപക് ദേവിൻ്റെ മ്യൂസിക് ഒക്കെ BGM ഒക്കെ അടിപൊളിയായി. പൃഥ്വിരാജിന്റെ സംവിധാനത്തെ പറ്റി? നല്ല നടനായിരുന്നോ സംവിധാനമായിരുന്നോ? രണ്ടും ഒരുപോലെ കഴിവ് തെളിയിച്ചു. മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോള് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ക്ലൈമാക്സ് ആയിരുന്നു. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് പാർട്ടാണ് അടിപൊളി. ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും നല്ല പടമായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും നല്ല അഭിനയമായിരുന്നു. പൃഥ്വിരാജിന്റെ സംവിധാനത്തെ പറ്റി? കൊള്ളാം. പുള്ളി നല്ലൊരു കഴിവുള്ള ഒരു ഡയറക്ടറാണ്. അതിനുള്ള കഴിവ് സിനിമയിൽ കാണാൻ പറ്റും.
ഫസ്റ്റ് പാട്ടായിരുന്നോ ഈ പാട്ടായിരുന്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് പാട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലാസ് ആണ്. ഇത് ആക്ഷൻ മാസ് മൂവിയാണ്, കുഴപ്പമില്ല. ഡയറക്ഷനൊക്കെ പക്കയായിരുന്നു. പൃഥ്വിരാജിന്റെ സംവിധാനമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മലയാള സിനിമ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ്. എന്റെ ഫസ്റ്റ് പാട്ടായിരുന്നോ ഇതായിരുന്നോ ഇഷ്ടപ്പെട്ടത്? സെക്കൻഡാണ് ഇഷ്ടപ്പെട്ട കൂടുതൽ. എങ്ങനെ ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ സംവിധാനത്തിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല പടം, അതുപോലെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക. എക്സ്പെക്റ്റഡ് ആണ്, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളൊരു ബോളിവുഡ് മൂവി കാണുന്ന പോലെ ഒരു ഫീലാണ് കിട്ടിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.